സ്വകാര്യ ബാങ്കിൽ നിന്ന് വീടിനായി എടുത്ത ലോൺ തിരിച്ചടയ്ക്കാനാകാതെ ജപ്തി ഭീഷണിയിൽ എറണാകുളം ചോറ്റാനിക്കരയിലെ ഒരു കുടുംബം. 2 വർഷം മുൻപ് ഭർത്താവ് മരിച്ചതോടെ രോഗിയായ അമ്മയെയും മകനെയും കൊണ്ട് എങ്ങോട്ടിറങ്ങണമെന്നറിയാതെ ദുരിതത്തിലാണ് നീതു. സുമനസ്സുകൾ കനിയുമെന്ന പ്രതീക്ഷയിലാണ് മൂവരും. വിദേശത്തായിരുന്ന ഭർത്താവ് വീട് പണിയാനായി എടുത്ത 25 ലക്ഷം രൂപയുടെ കടം മുഴുവനായി തിരിച്ചടയ്ക്കുന്നതിന് മുൻപേ വൃക്ക സംബന്ധമായ രോഗത്തെ തുടർന്ന് ഭർത്താവ് മരണപ്പെട്ടു. എടുത്ത തുക തിരിച്ചടയ്ക്കാനാകാതെ ജപ്തി ഭീഷണിയിലാണ് ചോറ്റാനിക്കര സ്വദേശി നീതുവിന്റെ കുടുംബം. 12 ലക്ഷമാണ് തിരിച്ചടയ്ക്കാൻ ബാക്കിയുള്ളത്. ഭർത്താവിന്റെ ചികിത്സയ്ക്കായി ചെലവായ തുകയുടെ ബാധ്യതയും വേറെയുണ്ട്. കിടപ്പ് രോഗിയായ അമ്മയെയും കേൾവി പരിമിതിയുള്ള മകനെയും കൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ ദുരിതത്തിലാണ് നീതു. അമ്മയുടെ ചികിത്സ, മോൻ്റെ ചികിത്സ, പിന്നെ നമുക്ക് ചെറിയ വരുമാനം മാത്രമേ ഉള്ളൂ. കൂടാതെ ഹസ്ബൻഡ് മരിച്ചു പോയതിൻ്റെ നമ്മുടെ അതിനു മുമ്പ് കുറേ ചികിത്സകളുണ്ടായിരുന്നു. ആളുടെ പേരിൽ കുറേ ബാധ്യതകളുണ്ടായിരുന്നു. ഇതെല്ലാം തീർക്കാനായിട്ട് നമുക്കൊരു ചെറിയ വരുമാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വരുമാനം കൊണ്ട് വീട് നടത്തിക്കൊണ്ട് പോകാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. സ്വകാര്യ കമ്പനിയിൽ ചെറിയൊരു ജോലിയുണ്ട്. അതിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിലാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത്. ലോൺ തിരിച്ചടച്ച് കിടപ്പാടമെങ്കിലും ഭദ്രമാക്കാനുള്ള ഓട്ടത്തിലാണ് നീതു. അതിന് സുമനസ്സുകൾ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.